എന്തുകൊണ്ടാണ് ഈ ടോപ്പിക് ഇത്രയും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ 2 lakhs ആൾക്കാരാണ് ഇയർലി മരിക്കുന്നത്, സൂയിസൈഡ് ചെയ്യുന്നത് ഡിപ്രഷൻ കാരണം. 15% ആൾക്കാർ ഡിപ്രഷൻ കൊണ്ട് സഫർ ചെയ്യുന്ന ആൾക്കാരാണ്. ഹായ്, ഹലോ, നമസ്തേ, വെൽക്കം ടു 48 ഫ്രെയിംസ് മലയാളം. ഞാൻ നിഷ. നിങ്ങളെല്ലാവർക്കും എൻ്റെ പ്രീവിയസ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കുറേ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. അത് കുറേ ടോപ്പിക്സൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ ടോപ്പിക്സിനെ കുറിച്ചൊക്കെ സംസാരിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടോപ്പിക്സിനൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും വരുന്ന വീഡിയോസിൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സങ്കടവും വിഷാദവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ സാഡ്നെസ് ആൻഡ് ഡിപ്രഷൻ. നമ്മൾ വിഷാദം എന്നുള്ള വേർഡ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഞാൻ ഡിപ്രസ്ഡ് ആയിരുന്നു, ഞാൻ ഡിപ്രസ്ഡ് ആണ്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ജനറലി യൂസ് ചെയ്യുന്ന വേർഡ്. പക്ഷേ ഇതൊരു മിസ്റ്റേക്കാണ്, ഒരു മിസ്കൺസെപ്ഷനാണ്. മോസ്റ്റ് ഓഫ് ദ ടൈംസ് മിക്കവാറും സമയത്തും ആൾക്കാർ അത് റൈറ്റായിട്ട് മനസ്സിലാക്കിയിട്ടല്ല ഈ വേർഡ് യൂസ് ചെയ്യുന്നത്. അതൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ജനറലി ആൾക്കാരെ കാണുമ്പോൾ നമ്മുടെ ക്ലിനിക്കിലോട്ട് വരുന്ന ആൾക്കാരാണെങ്കിലും ഇല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ട്രെയിനിങ്ങിന് പോവുകയാണെങ്കിലും കുട്ടികളായാലും മുതിർന്നവരായാലും വന്ന് പറയുന്ന ഇങ്ങനെ ഒരാൾ മരിച്ചുപോയി, അതിനുശേഷം ഞാൻ ഡിപ്രസ്ഡ് ആണ്, ഇല്ലെങ്കിൽ എൻ്റെ ബോയ് ഫ്രണ്ട് എൻ്റെ ഫോൺ എടുക്കില്ല, അതുകൊണ്ട് ഞാൻ 2 ദിവസമായിട്ട് ഡിപ്രഷനിലാണ്, ഇങ്ങനെയൊക്കെ കുറേ ആൾക്കാർ വന്ന് പറയാറുണ്ട്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, ഈ ഡിപ്രഷൻ എന്നൊരു വാക്കിന് തീരെ ഇമ്പോർട്ടൻസ് ഇല്ലാണ്ടായിപ്പോയി, ഇല്ലെങ്കിൽ എന്തോരം മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ഈ വേർഡിൽ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു രോഗമാണ്, അതിനെ ട്രീറ്റ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. പക്ഷെ നിങ്ങൾ ജനറലി പറയുന്ന കാര്യം സങ്കടത്തെക്കുറിച്ചായിരിക്കും, അതാണ് സാഡ്നെസ്. അപ്പോൾ ഈ സങ്കടവും ഡിപ്രഷൻ തമ്മിൽ ഉള്ള ഡിഫറൻസ് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ബിക്കോസ് നമ്മൾ സങ്കടത്തിലാണെങ്കിൽ അത് കുറച്ച് നേരം കഴിയുമ്പോൾ അങ്ങനെ അത് മാഞ്ഞു പോകും. അത് കുറേ നാൾ വരെ ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരാളൊരു ജോക്ക് പറഞ്ഞോ ഇല്ലെങ്കിൽ ഒരു കോമഡി വീഡിയോ കണ്ടാലോ അപ്പോൾ തന്നെ അത് മാറും. പക്ഷേ ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന കാര്യം അത് കുറേ നാളുകൾക്ക് വരെ ഉണ്ടാവും. കുറേ നാളെന്ന് വെച്ചാൽ എത്ര നാൾ നിങ്ങൾ എന്നോട് ചോദിക്കുമായിരിക്കും. ഒരു 2 weeks ആൻഡ് മോർ വരെ നമ്മൾക്ക് അതിയായ സങ്കടവും, മരിക്കണമെന്ന് തോന്നുക, ഇല്ലെങ്കിൽ ആൾക്കാർ എന്നെ ചീറ്റ് ചെയ്യുന്നുണ്ട്, എനിക്കിനി ജീവിക്കേണ്ട, എനിക്കൊരു പേർപ്പസ് ഇല്ല, എനിക്ക് മരിക്കണം, ഉറക്കമില്ല, ഇതുപോലെ കുറേ കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2 weeks ആൻഡ് മോർ വരേക്കും കാണുന്നുണ്ടെങ്കിൽ അത് ഒരു സീരിയസ് പ്രശ്നം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, എനിക്കിപ്പോൾ സങ്കടമാണോ അല്ല ഡിപ്രഷനാണോ, ഒരു ക്ലിനിഷ്യനെ കാണണോ വേണ്ടയോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഡിപ്രഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഉറക്കത്തിൻ്റെ പാറ്റേൺ കറക്റ്റായിട്ട് ഉണ്ടാവില്ല. എന്തൊക്കെ ചെയ്താലും ഉറക്കം വരില്ല, ഇല്ലെങ്കിൽ കൂടുതൽ ഉറക്കം വരും. സോ ഈ ഉറക്കത്തിൻ്റെ പാറ്റേൺ നോർമൽ അല്ലാണ്ടിരിക്കും, അത് ഒരു സൈനാണ്. പിന്നെ എനിക്ക് മരിക്കണം എന്നുള്ളൊരു തോന്നൽ വരും. അത് കൂടെ വരും എന്നല്ല, അത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഉണ്ടാകും. അതിലൊരു സ്റ്റോപ്പ് ഗ്യാപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമില്ല. എനിക്ക് മരിക്കണം അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അല്ലാണ്ട് എനിക്കൊരു ഹോപ്പ് ഉണ്ട്, ചിലപ്പോൾ ഞാൻ നാളെ ശരിയാവുമായിരിക്കും എന്നുള്ളൊരു ഹോപ്പ്, സ്ലൈറ്റ് ഹോപ്പ് പോലും നിങ്ങളുടെ മനസ്സിലോട്ട് വരില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് മരിക്കണം, എനിക്കിനി ജീവിക്കേണ്ട, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും വരുന്നത്. പിന്നെ മൂന്നാമത്തെ ഒരു പോയിന്റ് എന്താ പറഞ്ഞാൽ, നമ്മൾ കഴിക്കുന്ന കാര്യത്തിൽ, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നല്ല വേരിയേഷൻ ഉണ്ടാകും. ഈ ഉറക്കത്തിനെ പോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നല്ലൊരു വേരിയേഷൻ ഉണ്ടാവും. കൂടുതൽ കഴിക്കുക ഇല്ലെങ്കിൽ കഴിക്കാണ്ടേ ഇരിക്കുക. നോർമലായിട്ട് നമ്മൾ രാവിലത്തെ ഭക്ഷണം ഉച്ചക്കത്തെ ഭക്ഷണം ഒന്നും കഴിക്കുന്നൊരു പാറ്റേൺ ഉണ്ടല്ലോ, അതല്ലാണ്ട് കഴിക്കാണ്ടേ ഇരിക്കുക ഇല്ലെങ്കിൽ കഴിച്ചുകൊണ്ടേ ഇരിക്കുക. സോ അത് ഒരു ഡിഫറെൻറ്റ് വേരിയേഷൻ ഉണ്ടാവും. ഇത് 1-2 ദിവസത്തിൻ്റെ കാര്യമല്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളൊക്കെ ഒരു 2 weeks ആൻഡ് മോർ പോവുകയാണെങ്കിൽ അത് ഡിപ്രഷനിലോട്ട് മാറി എന്നാണ് അർത്ഥം.
പക്ഷെ സ്റ്റാർട്ടിങ് സ്റ്റേജ് അത് സാഡ്നെസ് ആയിരിക്കാം, പിന്നെ അത് ഡിപ്രഷനായി മാറാൻ ചാൻസസ് ഉണ്ട്, ഇല്ലെന്ന് പറയില്ല. പക്ഷേ ഒരാളെ ഒരു 2 ദിവസം സങ്കടത്തിലിരിക്കുമ്പോൾ ഞാൻ ഡിപ്രസ്ഡ് ആണ്, ഞാൻ ഡിപ്രഷനിലാണെന്നില്ല വാക്കുണ്ടല്ലോ, അതിനെ നമ്മൾ യൂസ് ചെയ്യാണ്ടിരിക്കുക. എന്താ പറഞ്ഞാൽ ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. ആൾക്കാർക്ക് അറിയണം എപ്പോഴാണ് നമ്മളൊരു ക്ലിനിഷ്യനെ പോയി കാണണ്ടേ. അപ്പോൾ ജനറലി എന്താകുമെന്ന് വെച്ചാൽ വീട്ടിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ കുട്ടികൾ സംസാരിക്കുന്നില്ല, സൈലൻ്റായി, ഇപ്പോൾ റൂമിൻ്റെ അകത്ത് മൂടിയിരിക്കുന്നു, നാളെ ആകുമ്പോൾ ശരിയാവും, ഇല്ലെങ്കിൽ ഇതൊരു സങ്കടമാണെന്ന് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന പല കേസസും ഡിപ്രഷനായിട്ട് അത് സൂയിസൈഡിലോട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് വാച്ച് ഔട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ കുറച്ച് കാര്യങ്ങൾ, ഉറക്കത്തിൻ്റെ കാര്യത്തിൽ, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, പിന്നെ ഞാൻ വർത്ത്ലെസ് ആണ്, എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ ജീവിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഞാൻ എന്തിനാ ജീവിക്കുന്നത്, എനിക്ക് മരിക്കണം, ഇതുപോലത്തെ കാര്യങ്ങൾ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും. ഇത് ഇവർ ഷെയർ ചെയ്യാറില്ല, ഇത് ഇവരുടെ അകത്ത് തന്നെ ഉണ്ടാവും. സോ നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ മെഡിസിൻ ഇതിനെന്ന് പറയുന്നത് ടൈമാണ്. നമ്മൾ അവരോട് പോയി ഇരുന്ന് സംസാരിക്കുക. ജനറലി എന്താ സംഭവിക്കുന്നത്, പല വീട്ടുകളിലും കാണാറുണ്ട്, കുട്ടികൾ വാതിലടിച്ച് റൂമിൻ്റെ അകത്ത് ഇരിക്കുന്നത്, അത് അവളുടെ സ്വഭാവമാണ്, അങ്ങനെയാണ്, അങ്ങനെ ഇരുന്നുകൊണ്ടേ ഇരിക്കും, ആൾക്കാർ വന്ന് ഇതിൻ്റെ അകത്തോട്ട് കയറും, ആൾക്കാരുടെ മുമ്പിലോട്ട് വരില്ല. ഇതുപോലത്തെ പ്രോബ്ലംസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ ഇരുന്ന് സംസാരിക്കണം. ഇപ്പോൾ പേരൻസ് ആണെങ്കിൽ കുട്ടികളോട് സംസാരിക്കണം, ഇപ്പോൾ സ്പൗസ് ആണെങ്കിൽ, ഇപ്പോൾ ഹസ്ബൻഡോ വൈഫ് ആണെങ്കിൽ അവർക്കും ഒരു സമയം കൊടുക്കുക, അവരോട് ഇരുന്ന് സംസാരിക്കുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പാറ്റേൺ ചേഞ്ച് ഉണ്ടാവുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ മുമ്പത്തെ പോലെ ഉറങ്ങാറില്ല, ഇല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നത് എന്തുകൊണ്ട് ഇങ്ങനെയായി എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അവർ അത് എക്സ്പ്രസ് ചെയ്തതിന് ശേഷം അവർക്ക് നല്ലൊരു വ്യത്യാസം ഉണ്ടാവും. അവർക്ക് ഒരു സ്ലൈറ്റ് ഒരു ഹെൽപ്പ് വേണോ വേണ്ടയോ എന്നുള്ളൊരു ഡിസിഷൻ എടുക്കാനുള്ളൊരു ഒരു സ്റ്റേറ്റിലോട്ട് അവർ വരും. സോ ഞാൻ എന്താ പറയാൻ വരുന്നതെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഒരു ഡിഫറൻസിയേഷൻ അറിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് തന്നെ ആണെങ്കിലും, പേരൻസ് ആണെങ്കിൽ കുട്ടികളെയും കൊണ്ട് ഒരു ക്ലിനിഷ്യൻ്റെ അടുത്ത് പോവുക, ഇല്ലെങ്കിൽ സ്വയം നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു ക്ലിനിഷ്യൻ്റെ അടുത്ത് പോവുക. എന്തുകൊണ്ടാണ് ഈ ടോപ്പിക് ഇത്രയും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ, 2 lakhs ആൾക്കാരാണ് ഇയർലി മരിക്കുന്നത്, സൂയിസൈഡ് ചെയ്യുന്നത് ഡിപ്രഷൻ കാരണം. 15% ആൾക്കാർ ഡിപ്രഷൻ കൊണ്ട് സഫർ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഈ വേർഡ്സിനൊക്കെ ലൂസായിട്ട് യൂസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ക്ലാസ്സിലാണെങ്കിലും നമ്മൾ ഫ്രണ്ട്സിനോടാണെങ്കിലും, ഇല്ലെങ്കിൽ പേരൻസ് ആണെങ്കിലും പേരൻസ് തമ്മിൽ സംസാരിക്കുമ്പോഴും ഈ ഡിപ്രഷൻ എന്ന വാക്കിനെ ലൂസായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ജനറലി സാഡ്നെസ് ആണ്. ബിക്കോസ് സാഡ്നെസ് പറഞ്ഞാൽ സങ്കടം വരുമ്പോൾ അതൊരു ഓൺ ആൻഡ് ഓഫ് ആയിട്ടുള്ള പ്രോസസ്സാണ്. കുറച്ച് നേരം നിങ്ങൾ സന്തോഷമായിരിക്കും, കുറച്ച് നേരം സങ്കടം ഉണ്ടാവും, അതുപോലത്തെ ഒരു പാറ്റേണാണ് ഈ സാഡ്നെസ് എന്ന് പറയുന്നത്. പക്ഷേ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാഗ്നൻറ്റ് രീതിയായിരിക്കും. അത് ഒരേ രീതിയിൽ തന്നെ ഉണ്ടാവും, സങ്കടം മാത്രമേ ഉണ്ടാവും, ഞാൻ വർത്ത്ലെസ് ആണെന്നുണ്ടാവും, എനിക്ക് മരിക്കണമെന്നുണ്ടാവും, ജീവിച്ചിട്ട് കാര്യമില്ല എന്നുണ്ടാവും. അത് കണ്ടിന്യൂസ് ആയിട്ടുണ്ടാവുന്ന സിംറ്റംസ് ആണ്, അതിലുള്ള രോഗലക്ഷണം എന്ന് പറയാം. ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ക്ലിനിഷ്യനെ കോൺടാക്ട് ചെയ്യണം. ഇപ്പം നമ്മളൊരു ക്ലിനിഷ്യനെ കോൺടാക്ട് ചെയ്തതിന് ശേഷം എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്? ജനറലി അവർ സംസാരിക്കും, ഇല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ടെസ്റ്റ്സ് ഉണ്ടാവും. ഈ ടെസ്റ്റ് മോസ്റ്റ് ഓഫ് ദ ടൈം എഴുതുന്ന ടെസ്റ്റ് ആയിരിക്കും, ഒരു പേപ്പർ പെൻസിൽ ടെസ്റ്റ് ആയിരിക്കും. പിന്നെ ഒരു കൗൺസിലിംഗ് സെഷനോ ഒരു സംസാരിച്ച് നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന്, റൂട്ട് കോസ് എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു സെഷൻ ആയിരിക്കും. നിങ്ങളുടെ ആ ഒരു സിവിയറിറ്റി വെച്ചിട്ട് അത് വിഷാദ രോഗമാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇഫ് ഇറ്റ് ഇസ് ഡിപ്രഷൻ, ആൻറ്റി ഡിപ്രസൻസോ അങ്ങനെ ചില ഡ്രഗ്സും തന്നിരിക്കും. ബട്ട് ഇനീഷ്യൽ സ്റ്റേജസിൽ അത് കൗൺസിലിങ്ങിൽ മാറ്റാവുന്നതേ ഉള്ളൂ. പക്ഷേ സിവിയറിറ്റിൻ്റെ മുകളിൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവർ ചാർട്ട് ഡൗൺ ചെയ്യും എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ് എന്ന്. ചില സമയത്ത് അവർ വല്ല തെറപ്പീസും തരും, ചില സമയത്ത് മെഡിസിൻസ് ആയിരിക്കും, ചില സമയത്ത് കൗൺസിലിംഗ് ആയിരിക്കും. അത് അവർ ഡിപ്പെൻഡ് ചെയ്തതിൻ്റെ മുകളിൽ ചെയ്യും. ഒന്നുമില്ലെങ്കിൽ അവരത് പറയും, ഇത് സാഡ്നെസ് ആണ്, ഇത് ഡിപ്രഷൻ അല്ല, അതുകൊണ്ട് നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയും. ഇപ്പോൾ കൺഫ്യൂഷനിലുള്ള ആൾക്കാർ, ഇതിപ്പോൾ എനിക്ക് സങ്കടമാണോ അല്ല ഡിപ്രഷനാണോ എന്നില്ല ഒരു കൺഫ്യൂഷനിലിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങളൊരു സിംഗർ ആണെങ്കിൽ ആ സിംഗിങ്ങിൻ്റെ ക്ലാസ്സസിലോട്ട് റീജോയിൻ ചെയ്യുക, ഇല്ലെങ്കിൽ ഡാൻസർ ആണെങ്കിൽ ഡാൻസ് സ്റ്റാർട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ഫ്രണ്ട്സിനെ കാണാൻ പോവുക, അവരോട് സംസാരിക്കുക, ടൈം സ്പെൻഡ് കൂടുതലും വേറെ ആൾക്കാരുടെ ഒപ്പം ചെയ്യുക, ഹാപ്പി പീപ്പിളിൻ്റെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കുക. ആരൊക്കെയാണ് എപ്പോഴും ജോളിയായി ഹാപ്പിയായി ഇരിക്കുന്നത് അവരുടെ ഒപ്പം പോയി ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കുക. സിനിമ കാണുന്ന ഇഷ്ടമാണെങ്കിൽ സിനിമ കാണാൻ നോക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്ഥിതി മാറുന്നുണ്ടെങ്കിൽ ഇത് ഡിപ്രഷൻ അല്ല. നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്തിട്ട് പണ്ട് ചെയ്യുമ്പോൾ സന്തോഷം കിട്ടുന്ന പല കാര്യങ്ങളും ഒന്നും കൂടി ചെയ്യുമ്പോൾ സന്തോഷം വരുന്നില്ല എന്ന് വെച്ചാൽ അത് ഡിപ്രഷനാണ്. അങ്ങനെയുള്ള ആൾക്കാർ എന്തൊക്കെയാണെങ്കിലും
ഒരാളെ കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾക്കിപ്പോൾ ക്ലിനീഷ്യനെ കാണണമെന്ന് വലിയ ആഗ്രഹം ഇല്ലെങ്കിൽ വീട്ടിലെ അച്ഛനോ അമ്മയോടോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ സെലക്ട് ചെയ്യാം. ഒരു ഫ്രണ്ടിനോ ഇല്ലെങ്കിൽ ഒരു ബ്രദറോ സിസ്റ്ററോ അമ്മയോ അച്ഛനോ ആരോടെങ്കിലും നിങ്ങളൊന്ന് ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറയാം. എനിക്കിങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്, എനിക്ക് ഇതുപോലെ ഹെൽപ്പ് വേണമെന്ന് തോന്നുന്നു, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതൊന്നുമില്ലെങ്കിലും ഒരു ബുക്കിലോട്ടോ ഇതിലോട്ടെങ്കിലും അതൊന്ന് പകർത്തിയിട്ട് വേറെ ആളുടെ കയ്യിലോട്ട് വായിക്കാൻ വേണ്ടി കൊടുക്കുക. നിങ്ങൾക്ക് പറയാൻ വിഷമമുള്ള കാര്യമാണെങ്കിൽ അതൊക്കെ എഴുതി വെച്ച് ഒരാൾക്ക് കൊടുക്കാം. അപ്പോൾ ഈ കാണുന്ന പേരൻസ്, ചില ആൾക്കാരൊക്കെ ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ഇതിൽ ചെറിയ ഡിഫറൻസസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ അഡ്രസ്സ് ചെയ്തേ പറ്റൂ. ഇപ്പോൾ ഒരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ട്, ഒരു ക്ലിനിഷ്യൻ്റെ അടുത്ത് ഒരു സൈക്കോളജിസ്റ്റ് ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയി എന്ന് വെച്ചാൽ എൻ്റെ കുട്ടീൻ്റെ ലൈഫ് എന്താവും, ആൾക്കാരെന്ത് പറയുന്നില്ല, ഒരു സ്റ്റീരിയോ ടൈപ്പ് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇപ്പോൾ അത് മാറി വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ കുട്ടികളും നമ്മുടെ ഹസ്ബൻഡോ വൈഫോ നല്ല രീതിയിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഉള്ള സഹായങ്ങൾ നമ്മൾ തേടി പോയേ പറ്റും. എന്നാലേ നമുക്ക് ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ കിട്ടുള്ളൂ. ഒരു ജീവനേക്കാളും വലുതല്ലല്ലോ ഈ ആൾക്കാരെന്താ പറയുന്നതെന്നുള്ള കാര്യം. ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, നാട്ടുകാരും പുറത്തുള്ള ആൾക്കാരും പറയുന്ന കാര്യമല്ല. നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും നമ്മുടെ ഫാമിലി മെമ്പേഴ്സും ഹാപ്പിയായി ഹെൽത്തി ആയിരിക്കണം എന്നല്ല ആഗ്രഹമുള്ളത്. സോ ഇതുപോലെ നിങ്ങൾക്ക് സങ്കടം അല്ലാണ്ട് ഇല്ലെങ്കിൽ സങ്കടം തന്നെ ഒരു 2 വീക്സോളം ഉണ്ട്, സാഡ്നെസ് ഒരു 2 വീക്സ് വരെ അല്ലെങ്കിൽ 2 വീക്സിൽ കൂടുതൽ ഈ സാഡ്നെസ് എന്ന് പറയുന്ന അകത്തുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഞാൻ വർത്ത്ലെസ് ആണ്, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ സങ്കടത്തിൽ ഉണ്ടാകുമ്പോഴും വരുന്ന കാര്യമാണ്. പക്ഷെ അത് മാറിപ്പോവും. ഒന്നും നമ്മളൊരു പുതിയൊരു സിറ്റുവേഷനിലോട്ട് മാറിയപ്പോൾ മാറിപ്പോവും, ഇല്ലെങ്കിൽ വിത്ത് സമയം അത് മാറിപ്പോവും. അപ്പോൾ അതാണ് സാഡ്നെസ്. ഇത് മാറാണ്ടേ ഇരിക്കുന്ന ഒരു സ്റ്റേറ്റാണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇത് 2 വീക്സിൽ കൂടുതൽ നമ്മൾ അതേ കണ്ടിന്യൂറ്റി വരുമ്പോൾ ഡിപ്രഷനാണ്, വിഷാദ രോഗമാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ക്ലിനിഷ്യൻ്റെ അടുത്ത് പോയി ട്രീറ്റ്മെൻറ്റ് എടുത്താൽ ഇത് മാറാവുന്നതേ ഉള്ളൂ. ചില സമയത്ത് സംസാരിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഇൻറ്റൻസിറ്റീൻ്റെ മുകളിലാണ് ഇത് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളത്. സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോട് സംസാരിച്ചാൽ അത് ശരിയാവും, ഇല്ലെങ്കിൽ ക്ലിനിഷ്യൻ്റെ കൗൺസിലിങ്ങിൻ്റെ അടുത്ത് പോയപ്പം ശരിയാവും, ഇല്ലെങ്കിൽ നമ്മൾ മെഡിക്കേഷനിൽ പോയാൽ ശരിയാവും. അല്ലാണ്ട് ഇതിന് സൊല്യൂഷൻ ഇല്ലാത്തൊരു പ്രശ്നമൊന്നും അല്ല. ഇതിന് മാനേജ് ചെയ്യാനും ഇതില്ലാണ്ടാവാനും എല്ലാത്തിനും നമുക്ക് പോംവഴികളുണ്ട്. സോ ഈ വീഡിയോ ത്രൂ ഞാൻ പറയാൻ എൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ ലൂസ്ലി ഡിപ്രഷൻ എന്ന വാക്ക് യൂസ് ചെയ്യാണ്ടിരിക്കുക. ബിക്കോസ് നമ്മൾ ഇങ്ങനെ ലൂസ്ലി യൂസ് ചെയ്യുമ്പോഴാണ് ആൾക്കാർ വിചാരിക്കുന്നത് സങ്കടം എന്ന് പറഞ്ഞാൽ ഡിപ്രഷനാണെന്ന്. സങ്കടവും ഡിപ്രഷനും രണ്ടാണ്. ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു രോഗമാണ്, അതിന് ട്രീറ്റ്മെൻറ്റ് അത്യാവശ്യമാണ്. ഈ സങ്കടം എന്ന് പറഞ്ഞ ഒരു ടെമ്പററി സ്റ്റേജാണ്, അത് മാറിപ്പോവും. ഞാൻ പറഞ്ഞ പോലെ ഡിപ്രഷൻ ആണെങ്കിൽ നമ്മൾ ഒരു ക്ലിനീഷ്യനെ കോൺടാക്ട് ചെയ്തിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്താണോ ഒന്നോ നമ്മൾ കൗൺസിലിംഗ് ത്രൂവോ ഇല്ലെങ്കിൽ തെറപ്പി ത്രൂവോ ഇല്ലെങ്കിൽ മെഡിക്കേഷൻ ത്രൂവോ മാറ്റാവുന്നതാണ്. സാഡ്നെസ് തനിയെ മാറിപ്പോകുന്നൊരു കാര്യമാണ്. സോ ഐ ഹോപ്പ് ഈ വീഡിയോ ത്രൂ നിങ്ങൾ ഇതിൻ്റെ വ്യത്യാസം ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടാവും. ആകുന്നത്രയും നിങ്ങൾ ഇനി ഡിപ്രസ്ഡ് ആണ്, ഡിപ്രഷനിലാണ് എന്നൊക്കെ വേർഡ്സ് സൂക്ഷിച്ച് യൂസ് ചെയ്യുക. എപ്പോഴും യൂസ് ചെയ്ത ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും ഇതിനെക്കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റാണ്ടാവും. സോ നമ്മൾ ഇനി മുതൽ സങ്കടത്തിലാണെങ്കിൽ സങ്കടം പറയും. ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ കേൾക്കാൻ നല്ലൊരു സ്റ്റൈലിഷ് വേർഡാണെങ്കിലും അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന കുറയ്ക്കാം. കാരണം അതിന് ആ വേർഡിന് ഒരു വാല്യൂ ഉണ്ട്, ആ വേർഡിന് ഒരു മീനിങ് ഉണ്ട്. അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ആൾക്കാരുടെ അടുത്ത് എത്തിക്കുക എന്ന് പറയുന്നത്. അതൊരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ആണ്. അപ്പോൾ ഈ മാനസികാരോഗ്യത്തിനെ കുറിച്ച് സംസാരിക്കുന്ന നമ്മളൊക്കെ ഇത് നിങ്ങളോട് പറഞ്ഞു തന്നാൽ നിങ്ങളിതൊക്കെ കുറച്ചു എന്ന് വെച്ചാൽ എല്ലാ വീട്ടിലുള്ള ആൾക്കാർക്കും ഇത് മനസ്സിലാവും. ഡിപ്രഷൻ എന്ന് പറഞ്ഞ ഒരു രോഗമാണ്, അത് നമ്മൾ വെറുതെ യൂസ് ചെയ്യേണ്ടതല്ല. അപ്പോൾ ബുദ്ധി ഉപയോഗിച്ച് നെക്സ്റ്റ് ടൈം ഡിപ്രഷനിലാണെന്ന് സ്റ്റൈലിഷിൽ പറയുന്ന വേർഡ് ഒന്ന് മാറ്റി പിടിച്ച് വേറെ എന്തെങ്കിലും വേർഡ് യൂസ് ചെയ്ത് പറഞ്ഞാൽ മതി. സോ ഒരു കൂട്ടം ആൾക്കാർക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തായാലും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ കുറേ വീഡിയോസ് വേണമെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ആർക്കെങ്കിലും ഇത് ഉപയോഗപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്യണം കേട്ടോ. സോ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ആ ഇമെയിൽ അഡ്രസ് താഴെ ഉണ്ടാവും. പിന്നെ എൻ്റെ പേജിലോട്ടും മെസ്സേജ് ചെയ്യാം. ആസ്ക് സൈക്ക് എന്നാണ് എൻ്റെ പേജിൻ്റെ പേര്, അതിലോട്ട് അയക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ പേജിലോട്ടും അയക്കാം. 48 ഫ്രെയിംസ് എന്ന് പറയുന്ന പേജുണ്ട്, അതിലോട്ട് അയക്കാവുന്നതാണ് കേട്ടോ. സോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വെച്ചാൽ ഇതിൻ്റെ ഒരു ഉദ്ദേശം തന്നെ നിങ്ങൾക്ക് എല്ലാവരോടും ഇത് പറഞ്ഞ് മനസ്സിലാക്കാനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ
എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഞാൻ എന്തായാലും വീണ്ടും വരും പുതിയൊരു ടോപ്പിക്കുമായിട്ട്. നിങ്ങൾ അയക്കുന്ന എല്ലാ മെസ്സേജസും നമ്മൾ നോക്കുന്നുണ്ട്, അതിനെല്ലാം റിപ്ലൈ ചെയ്യാറുമുണ്ട്. സോ അതുപോലെ തന്നെ കണ്ടിന്യൂ സപ്പോർട്ടിങ് അസ്. ഞാൻ ആവുന്നത്രയും എൻ്റെ മലയാളം ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും, ഇനിയും നന്നായി സംസാരിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സ്നേഹം എപ്പോഴും വേണം കേട്ടോ. സോ താങ്ക് യു സോ മച്ച്.